ഈ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് ഇനി പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സ്മാരക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടിയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. RV സനൂപ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സനൂപ, 99-ലെ വിജയത്തിന് ശേഷം 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ രാജ്യം അഭിമാനത്തോടെ അന്ന് ജീവത്യാഗം ചെയ്ത സൈനികരെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. രാജ്യമെമ്പാടും വലിയ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നു? ജിൽസി, വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലും ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം ധീര സൈനികർക്ക് പുഷ്പചക്രം അർപ്പിക്കുന്നതിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തും. അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ഇവിടുത്തെ ഈ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കും. അതിനുശേഷം വിപുലമായിട്ടുള്ള മറ്റ് പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സൈക്കിൾ റാലിയും മറ്റുമൊക്കെ സൈനികരുടെയും NCC കുട്ടികളുടെയും അടക്കം സൈക്കിൾ റാലിയും മറ്റുമൊക്കെ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികൾ ആണ് സൈനിക കേന്ദ്രത്തിലും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ, സൈനികർ, അതിനോടൊപ്പം തന്നെ പഴയ സൈനികർ, ധീര രക്തസാക്ഷിത്വം വഹിച്ച സൈനികരുടെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഗവർണർ വന്ന് പുഷ്പചക്രം സമർപ്പിക്കും. ശരി, എന്തായാലും ധീര സൈനികന്മാരെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കാർഗിൽ വിജയ് ദിവസത്തിന്റെ 25ാം വാർഷിക ദിനമായ ഇന്ന് നടക്കുന്നു. തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്.